ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡയറ്റ് പ്ലാൻ ആണ്. അതായത് പ്രഗ്നൻസി എളുപ്പത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ രാവിലെ മുതൽ രാത്രി വരെ കഴിക്കേണ്ടതായിട്ടുള്ള ഭക്ഷണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ഒരുപാട് പേര് ഡയറ്റ് പ്ലാൻ ചോദിക്കുന്നുണ്ട്. PCOD ഉള്ളവർ, തൈറോയ്ഡ് ഉള്ളവർ, എന്തെല്ലാം കഴിക്കണമെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒരു വീഡിയോ ആണിത്. ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഓവറോൾ കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടൊരു ഡയറ്റീഷ്യനെ കണ്ടിട്ട് നിങ്ങൾ ഡയറ്റ് പ്ലാൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ രാവിലെ മുതൽ നമുക്ക് തുടങ്ങാം. ഓൾറെഡി നിങ്ങൾ എന്തെങ്കിലും ഒരു മെഡിസിൻ എടുക്കുന്ന ആളുകളാണെങ്കിൽ, അതായത് എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കേണ്ട എന്തെങ്കിലും മെഡിസിൻ, തൈറോയിഡിന്റെ ആയിക്കോട്ടെ മറ്റേതെങ്കിലും ആയിക്കോട്ടെ, ആ മെഡിസിൻ എടുക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഏറ്റവും ആദ്യം ആ മെഡിസിൻ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾ എടുക്കേണ്ടത് ക്ലോസ് വാട്ടർ ആണ്, അതായത് ഗ്രാമ്പൂ വെള്ളം. ഒരുപാട് പേർക്ക് ഫെർട്ടിലിറ്റി റിസൾട്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിച്ചിട്ട് ഒന്നാണ് ഗ്രാമ്പൂ എന്ന് പറയുന്നത്. അതൊരു 5-6 ഗ്രാമ്പൂ എടുത്തിട്ട് നിങ്ങൾ വെള്ളത്തിൽ തലേ ദിവസം കുതിർത്തി വെച്ചിട്ട് പിറ്റേ ദിവസം അത് തിളപ്പിച്ച് കുടിക്കുന്നതാണ് ഈ ഒരു ടിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അത് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് എടുക്കുക. ഓവുലേഷൻ ഡേറ്റ് വരെ മാത്രം നിങ്ങൾ അത് എടുത്താൽ മതിയാകും. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് നിങ്ങൾ ആദ്യം ഫോളോ ചെയ്യാം കേട്ടോ. രണ്ടാമത്തേതെന്ന് പറയുന്നത്, അത് കഴിച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ഉണക്കമുന്തിരി വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഉണക്കമുന്തിരി നമ്മളൊരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഉണക്കമുന്തിരി എടുത്തിട്ട് അത് നിങ്ങൾ തലേ ദിവസം കുതിർത്താനായിട്ട് വെക്കുക. കുതിർത്തിയിട്ട് മാത്രം നിങ്ങളത് ഉപയോഗിച്ചാൽ മതിയായിരിക്കും. നല്ലതുപോലെ കഴുകിയതിന് ശേഷം അത് കുതിർത്തി വെച്ച് കഴിയുമ്പോൾ അതൊന്ന് വീർക്കാനായിട്ട് തുടങ്ങും. പിറ്റേ ദിവസം ഗ്രാമ്പു വെള്ളം കുടിച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ഇതുപോലെ ഉണക്കമുന്തിരി വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും ഡിഫറൻസ് നിങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കാം. അതിനുശേഷം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എപ്പോഴും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇതിനിടയ്ക്ക് ഏറ്റവും ആദ്യം തന്നെ കട്ടൻ കാപ്പിയോ കട്ടൻ ചായയോ കുടിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ കഴിവതും നിങ്ങളത് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. എംപ്റ്റി സ്റ്റൊമക്കിൽ നമ്മൾ ഏതാണോ ഏറ്റവും ആദ്യം എടുക്കുന്നത് അതിന്റെ ബെനിഫിറ്റ് ആയിരിക്കും ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലോട്ടും ഏറ്റവും ആദ്യം എത്തുന്നത്. അതെപ്പോഴും ഹെൽത്തി ആയിട്ടുള്ളതാവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ചായ കുടിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അതൊന്ന് കുറക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഒരു ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുക. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും ഹെൽത്തി ആകാനായിട്ടും നിങ്ങൾ ഓർക്കണം കേട്ടോ. ഇപ്പൊ കഞ്ഞി കുടിക്കുന്നവരാണെങ്കിൽ കഞ്ഞി കുടിച്ചതിന് ശേഷം അതിനൊപ്പം ഉണ്ടാക്കുന്ന കറികൾ ഹെൽത്തി ആയിട്ടുള്ളതാവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ ഇഡ്ഡലിയോ ദോശയോ അപ്പോ പുട്ടോ അങ്ങനെ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ എടുക്കുന്ന അതിനൊപ്പം നിങ്ങൾ കഴിക്കുന്ന കറി എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ളതായിരിക്കണം. ഇപ്പോൾ ചെറുപയറോ വൻപയർ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഏത് കറിയാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് നിങ്ങൾ എടുക്കുക. കറി കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ട് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉച്ചയാകുന്നതിന് മുൻപ് തന്നെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഫ്രൂട്ട്സ് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒന്നും നിങ്ങൾക്ക് മേടിച്ചു വെക്കാൻ പറ്റിയില്ലെങ്കിൽ ചെറിയ വാഴപ്പഴം ആണെങ്കിലും നിങ്ങൾ മേടിച്ച് കഴിക്കുന്നത് നല്ലതാണ്. അതല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ റെഡ് ബനാന, അതുപോലെ അവോക്കാഡോ, കിവി, ആപ്പിള്, ഓറഞ്ച് അങ്ങനെ ഏത് ഫ്രൂട്ട്സ് ആണോ അത് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വാഴപ്പഴം എങ്കിൽ വാഴപ്പഴം അത് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള കണ്ടന്റ്സ് ഈ ഫ്രൂട്ട്സിലൊക്കെ ഉണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. ഇങ്ങനെയായിരിക്കും നമുക്ക് ലൈഫ് സ്റ്റൈൽ ക്രമീകരിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അടുത്ത നമ്മുടെ ലഞ്ചാണ്. ലഞ്ചിന് നിങ്ങൾ മുഴുധാന്യങ്ങൾ എടുക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഐറ്റംസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതായത് കിൻവ പോലെയുള്ളവ. കിൻവയെ പറ്റിയിട്ട് ഓൾറെഡി ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. കിൻവ കഴിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം ബെനിഫിറ്റ് ആണ് കിട്ടുന്നതിനെ പറ്റിയിട്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. നിജോസ് വേൾഡ് കിൻവ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തതിന് നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അതല്ല നിങ്ങൾ ചോറും കറിയാണ് കഴിക്കുന്നതെങ്കിൽ ചോറിന്റെ ക്വാണ്ടിറ്റി നിങ്ങൾ കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം. ദെൻ കറിയുടെ ക്വാണ്ടിറ്റി നിങ്ങൾ ആഡ് ചെയ്യുക കേട്ടോ. കൂടുതലായിട്ടും വെജിറ്റബിൾസ് കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഫിഷ് ആണ് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെറു മത്സ്യങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ വലുത് നമുക്ക് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് അത്ര നല്ലതല്ല. കഴിക്കണമെങ്കിൽ പിന്നെ നമ്മൾ സാൽമൺ പോലെയുള്ള ഫിഷുകൾ കഴിക്കുന്നതായിരിക്കും നല്ലത്. അതല്ലാത്ത മത്സ്യങ്ങളൊക്കെ നിങ്ങൾ ചെറുതെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വലിയ മത്സ്യങ്ങളാണെങ്കിൽ കൂടുതൽ പീസ് അതിൻ്റെ കഴിക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വെജിറ്റബിൾസ് എന്തെങ്കിലും ആണെങ്കിൽ ഇപ്പോൾ ചെറുതായിട്ടൊരു വെജിറ്റബിൾസ് ആണെങ്കിലും പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബീൻസ്, അച്ചിങ്ങ, അതുപോലെ കോളിഫ്ലവർ അങ്ങനെയുള്ള എന്തെങ്കിലും ഐറ്റംസ് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ധാരാളം വെള്ളവും കൂടി ഈ സമയത്ത് കുടിക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമ്മുടെ ഈവനിങ് ആയിട്ടുള്ള ടൈം, ഈവനിങ്ങിൽ കൂടുതൽ സ്നാക്സ് കഴിക്കുന്നവരാണ് എല്ലാവരും. നമ്മൾ ഒരുപാട് ആളുകൾ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഐറ്റംസ് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അത് ചെറുതായിട്ടൊരു കട്ടൻ ചായ തിളപ്പിച്ചിട്ട് കപ്പ വറുത്തതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വറുത്തതായിട്ടുള്ള ഐറ്റംസ് നമ്മൾ പുറത്തുനിന്ന്
മേടിച്ച് കഴിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള ശീലം നിങ്ങൾ ഉപയോഗിക്കുക. പുറത്തുനിന്ന് കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡ് മാത്രമല്ല, പുറത്തുനിന്ന് നമ്മൾ മേടിച്ചുകൊണ്ട് വരുന്ന പാക്കറ്റ് പലഹാരങ്ങൾ വരെ നിങ്ങളുടെ ഫെർട്ടിലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നവയാണ്. ഒരുപാട് നേരം കുക്ക് ചെയ്തിട്ടുള്ള എണ്ണയിൽ ഇട്ടിട്ടായിരിക്കും പിന്നെയും പിന്നെ റിപ്പീറ്റേറ്റീവ് ആയിട്ട് അവരിങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഓയിലൊന്നും ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റുകൾ എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നല്ലതായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് കൂടുതൽ വറ പലഹാരങ്ങൾ കഴിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ കുറക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങളുടെ വീട്ടിലുണ്ടാക്കിയതാണെങ്കിൽ നിങ്ങൾ കഴിക്കുന്നത് കൊണ്ടൊന്നും പ്രശ്നമില്ല കേട്ടോ. പക്ഷേ കൂടുതൽ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആ സമയത്ത് നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കൂടുതലും നട്ട്സ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നട്ട്സ് കഴിക്കുന്ന സമയത്ത് ഇപ്പോൾ ബദാം ആണെങ്കിൽ അത് കുതിർത്തി വെച്ചതിന് ശേഷം ഉപയോഗിക്കുക. അതുപോലെ ഡ്രൈ ഫിഗ് ആണെങ്കിൽ അതും കുതിർത്തി വെച്ചതിന് ശേഷം ഉപയോഗിക്കുക. ദെൻ കാഷ്യൂനട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം, വാൾനട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം, ബ്രേസിൽ നട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നട്ട്സ് ഓൾറെഡി എല്ലാം കൂടി പാക്ഡ് ആയിട്ടുള്ള നട്ട്സ് ഉണ്ടാകും. അങ്ങനെ ആയിട്ടുള്ളതുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് അത് മേടിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ കുറച്ചായിട്ട് ഓരോ നട്ട്സ് നിങ്ങൾ മേടിക്കുക. ബദാം മേടിക്കുക, കാഷ്യൂനട്ട് മേടിക്കുക, ഡ്രൈഡ് ആയിട്ടുള്ള അത്തിപ്പഴം നിങ്ങൾ മേടിക്കുക. അതുപോലെ വാൾനട്ട് ആണെങ്കിലും ബ്രേസിൽ നട്ട് ആണെങ്കിലും ഇതെല്ലാം നിങ്ങൾ കുറച്ച് മേടിക്കുക. അതിനുശേഷം ഈവനിങ് ടൈമിൽ ഒരു സ്നാക്സ് കഴിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് കുറച്ച് ഇതെടുക്കുക. ഒരിക്കലും നട്ട്സ് നിങ്ങൾ എടുക്കുമ്പോഴേക്കും കൂടുതൽ എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് ഡൈജഷന് പ്രശ്നം ഉണ്ടാകും. ചിലപ്പോൾ ചിലർക്ക് വയറ്റിന് വേദന ഉണ്ടാകും, ചിലർക്ക് വയറ് നല്ലോണം ലൂസായിട്ട് പോകാനായിട്ടുള്ള കാരണം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതോടൊപ്പം പിസ്തയും നല്ലൊരു ഓപ്ഷനാണ്. പുരുഷന്മാരുടെ ബീജത്തിന്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കുന്നതിനും നിങ്ങളുടെ ആ ഒരു ഗർഭസ്ഥ ശിശു വളർന്നു പോകുന്നതിനും നന്നായിട്ട് ഗ്രോത്തിൽ വളരുന്നതിനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ പിസ്ത എന്ന് പറയുന്നത്. അതും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഈവനിങ് സമയത്ത് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ പാല് കുടിക്കാനായിട്ട് ഇഷ്ടമുള്ളവർക്ക് പാല് കുടിക്കാവുന്നതാണ്. PCOD ഉള്ള ആളുകൾ ചോദിക്കാറുണ്ട് പാല് കുടിക്കാമോ എന്നുള്ളതിനെ പറ്റിയിട്ട്. നിങ്ങൾ ഒരു ഗ്ലാസ് പാല് കുടിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. നല്ലതുപോലെ തിളപ്പിച്ചിട്ട് നിങ്ങൾ പാലെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഒരു മുട്ടയാണെങ്കിലും നിങ്ങൾ ഒരു ദിവസമോ 3-4 ദിവസം കൂടുമ്പോഴാണെങ്കിലും ഒരു മുട്ട നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ചില ആളുകൾക്ക് അതിനൊന്നും ഇഷ്ടം ഉണ്ടാവില്ല, താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഫിഷ് ഐറ്റംസ് ഒന്നും കഴിക്കാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ omega-3 അടങ്ങിയിട്ടുള്ള മീൻ ഗുളികയില്ലേ അത് മേടിച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ എല്ലാത്തിൻ്റെയും ഗ്രോത്തിനും ഡെവലപ്മെന്റിനും എല്ലാ ഭക്ഷണങ്ങളും ആവശ്യമാണ്. വെജിറ്റബിൾസ് മാത്രം നമുക്ക് പോരാ, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് മാത്രം നമുക്ക് പോരാ. അതിനോടൊപ്പം ഇതുപോലെ ഫിഷ് ഐറ്റംസ് കൂടി നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അത് ഉപയോഗിക്കാത്ത ആളുകൾ ഫിഷ് ഓയിൽ മേടിച്ച് കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ രാത്രി സമയത്ത് നിങ്ങൾ ഫുഡ് കഴിവതും ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. PCOD ഉള്ളവരും അതുപോലെ ശരീരഭാരം കൂടുതലായിട്ടുള്ള ആളുകളും ഒരുപാട് ചോറ് കഴിക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് ചപ്പാത്തി ആണെങ്കിൽ അത് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ ഓട്സ് നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ വെയിറ്റ് ലോസിനൊക്കെ വേണ്ടിയിട്ട് ഓട്സ് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആണ്. അങ്ങനെ ഓട്സ് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതും നിങ്ങൾ കഴിക്കുമ്പോഴേക്കും പ്രത്യേകം ശ്രദ്ധിക്കുക. ഓട്സ് പ്രിപ്പയർ ചെയ്ത് ചിലവർ പാലിൽ നല്ലതുപോലെ പാല് നല്ലോണം ആഡ് ചെയ്തിട്ട് പായസം വെക്കുന്ന പോലെയൊക്കെ ഓട്സ് ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ട്. അങ്ങനെയൊന്നും കഴിക്കേണ്ട. ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ടാണെങ്കിലും ഓട്സ് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കഞ്ഞി കുടിക്കുന്ന പോലെ നമുക്ക് കുടിക്കാമല്ലോ. അങ്ങനെ ഏതാണോ ഹെൽത്തി ആയിട്ടുള്ള രീതി ആ രീതിക്ക് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത് ഓൾമോസ്റ്റ് എല്ലാ പോയിന്റ്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാകും. ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം കഴിക്കാം എന്നുള്ള ഓവറോൾ എല്ലാ പോയിന്റ്സും ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡയറ്റ് പ്ലാൻ വേണമെങ്കിൽ നിങ്ങളൊരു ഡയറ്റീഷ്യനെ കണ്ടതിന് ശേഷം മാത്രം അത് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ബേസിക് കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. PCOD ഉള്ളവരാണെങ്കിലും തൈറോയ്ഡ് ഉള്ള ആളുകളാണെങ്കിലും നിങ്ങൾക്ക് ഈ ടിപ്സ് ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ സ്നാക്സ് എടുക്കാൻ പറയുമ്പോഴേക്കും ഓരോ ദിവസവും ഈ നട്ട്സ് തന്നെ കഴിക്കണമെന്നില്ല. അതിന് പകരമായിട്ട് നമ്മുടെ മധുരക്കിഴങ്ങ് ഉണ്ടല്ലോ, മധുരക്കിഴങ്ങ് നല്ലൊരു ഓപ്ഷനാണ്. അത് നിങ്ങൾ കഴിക്കുന്നതും അതുപോലെ നിങ്ങൾ പയറുവർഗ്ഗങ്ങളൊക്കെ മുളപ്പിച്ചിട്ട് കഴിക്കുന്നതും ഒക്കെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.